വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവിറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഓർമ്മിക്കുക, സത്യം പറയുന്നവനായിരിക്കണം സാക്ഷി. യാഥാർത്ഥ്യങ്ങളെ മറകൂടാതെ കൺമുൻപിൽ അവതരിപ്പിക്കുവാൻ കഴിയുന്നവനെ സാക്ഷ്യമേകാൻ കഴിയൂ. യാഥാർത്ഥ്യങ്ങൾ സത്യസന്ധമായി പറയുമ്പോൾ അത് സാക്ഷ്യമാകുന്നു. അവിടെ മൊഴിമാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. യഥാർത്ഥ സാക്ഷ്യങ്ങൾക്ക് നേർവഴി കാണിക്കുവാനും ആയിരങ്ങൾക്ക് ആശ്വാസവും മനസ്സുകൾക്ക് ശാന്തിയും പകരുവാനും കഴിയൂ. സ്നാപകൻ നൽകുന്ന സാക്ഷ്യം വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ചായിരുന്നു. ഓരോ വാക്കും പ്രവൃത്തിയും ജീവിത യാഥാർത്ഥ്യത്തെ വെളിവാക്കുന്ന സത്യങ്ങളായിരുന്നു. സാക്ഷ്യങ്ങൾ സത്യമായിരിക്കണമെന്ന കാര്യം സ്നാപകൻ വെളിപ്പെടുത്തി. കൺമുൻപിൽ കണ്ട ക്രിസ്തു സാന്നിധ്യത്തെ മറകൂടാതെ മനുഷ്യ ഹൃദയങ്ങളിൽ എത്തിക്കുവാൻ സ്നാപകനെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചു. ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടുവെന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ക്രിസ്തുവിനെ കൺമുൻപിൽ കണ്ടിട്ടും ഉൾക്കണ്ണുകൊണ്ട് ദർശിക്കുവാൻ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. സാക്ഷ്യമേകേണ്ടവർ ഇന്ന് സാക്ഷ്യമാകാതെ ജീവിക്കുന്നു. കണ്ടിട്ടും കണ്ടില്ലെന്ന മട്ടിൽ കണ്ണു തിരിച്ചു കളയുന്നു. റോഡിൽ രക്തം വാർന്നൊലിച്ച് മണിക്കൂറുകൾ കിടന്നിട്ടും ആശുപത്രി അടുത്തായിട്ടും ഒരു കൈത്താങ്ങാകുവാൻ മടി. അനുദിനം കൺമുൻപിൽ എഴുന്നള്ളി വരുന്ന തിരുസാന്നിധ്യത്തെ ദർശിക്കുവാൻ സാധിക്കാത്തവർ എങ്ങനെ അപരനെ തിരിച്ചറിയും? ഈ ബോധ്യം തിരിച്ചറിഞ്ഞ് അനുദിനം നമ്മുടെ കൺമുൻപിൽ എഴുന്നള്ളി വരുന്ന നാഥന്റെ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹമായവനുള്ളിൽ വരുന്നു. ഞാനെന്തു ചൊല്ലേണം, ഞാനെന്തു നൽകേണം, എനിക്കറിയില്ലല്ലോ എന്റെ നാഥ. ദിവ്യകാരുണ്യമായി എന്നീശോ വരുന്നു. ദൈവസ്നേഹമായവനുള്ളിൽ വരുന്നു. ഞാനെന്തു ചൊല്ലേണം, ഞാനെന്തു നൽകേണം, എനിക്കറിയില്ലല്ലോ എന്റെ നാഥ. മഞ്ഞുപോലെയുള്ള വിശുദ്ധ